അതായത് അപ്പോ നമുക്ക് അങ്ങനെ കോമ്പൗണ്ട് സെന്റൻസ് എന്താണെന്ന് ഒന്നും കൂടെ നോക്കാം. ഒരു കോമ്പൗണ്ട് സെന്റൻസ് എന്താ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ അറൈവ്ഡ് ലേറ്റ് സെമികോളൻ ഐ മിസ് ദ ഫസ്റ്റ് ക്ലാസ്. The students want to pass the course semicolon they study hard. രണ്ട് സിമ്പിൾ സെന്റൻസ് ജോയിൻ ചെയ്തിട്ടാണ്. It had rained heavily, comma, so the road was flooded last night. അത് ഫാൻ ബോയ്സിന്റെ സോയാണ്. I went to bed early. സിമ്പിൾ സെന്റൻസ് 4 വെച്ചിട്ട് ആ സെന്റൻസ് ആഡ് ചെയ്തു. അപ്പോ ഫാൻ ബോയ്സിന്റെ 4 ആണ്. You have not get up early semicolon otherwise comma you will be late for the exam. അത് നമ്മൾ കണ്ടിരുന്നു. The officers denied report semicolon moreover they refused to comment. അപ്പോൾ ആദ്യത്തെ ഫോർമുല എന്ന് പറയുമ്പോൾ സെമികോളൻ മാത്രം വെച്ചിട്ടുള്ളതാണ്. നമ്മൾ രണ്ടാമത്തെ ഫോർമുല നോക്കുകയാണെങ്കിൽ ഫാൻ ബോയ്സ് വെച്ചിട്ടുള്ളതാണ് അല്ലെ. അതിന്റെ അകത്ത് 4 I was too tired, I don't like. അപ്പോൾ അതിൻ്റെ അകത്ത് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ച് ചേർക്കുന്നതാണ്. അപ്പൊ അത് ഫാൻ ബോയ്സ് വെച്ചിട്ട് രണ്ട് സിമ്പിൾ സെന്റൻസുകളെ ആഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തടുത്ത് നോക്കുകയാണെങ്കിൽ കോർഡിനേറ്റിംഗ്, അതായത് അഡ്വർബൽ കൺജക്ഷൻ വെച്ച് ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ബിസൈഡ്സ്, ഹവർ, നെവർത്തലസ് എന്ന് പറയുന്ന ഹെൻസ്, കോൺസിക്വന്റ് ഇത് വെച്ചുകൊണ്ട് നമ്മൾ രണ്ട് സെന്റൻസുകളെ ആഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കോമ്പൗണ്ട് സെന്റൻസ്. അപ്പൊ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ലിങ്കിങ് വെർബ് മാത്രം അതിനകത്ത് ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളൂ. അതാണ് ഈ ലിങ്കിങ് വെർബ്, ഇതാണ് ഇതിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇതിന്റെ ആൻസർ ആയിട്ട് വരും ഇത്, ഇതിന്റെ ആൻസർ ആയിട്ട് വരും ഇത്, ഇതിന്റെ ആൻസർ ആയിട്ട് വരും ഇത്. അപ്പൊ അങ്ങനെ നമ്മൾ സ്ട്രക്ചർ ആയിട്ട് കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോ അടുത്ത നോക്കുകയാണെങ്കിൽ either or nor, neither or nor, both or and, not only but also, and whether or nor. അപ്പൊ ഇതും ഇതുപോലെ തന്നെ കോമ വെച്ച് ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് വെച്ച് പഠിക്കണ്ടേ. അപ്പോ കോമ്പൗണ്ട് സെന്റൻസ് എന്താ നമ്മൾ കണ്ടു. അതായത് രണ്ട് സിമ്പിൾ സെന്റൻസുകൾ ജോയിൻ ചെയ്യുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. അതിലൊരു കോംപ്ലക്സ് സെന്റൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, നമ്മൾ ആദ്യം ഈ ഫോർമുല നോക്കിട്ടോ. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ്, മറ്റൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഒരു ഡിപെൻഡന്റ് ക്ലോസ്. അപ്പോ ഈ സെന്റൻസിന്റെ അകത്ത് 3 സെന്റൻസ് ആണ് ഉള്ളത്. അത് തിരിച്ചിട്ടേക്കാണ് ഇവിടെ ഇൻഡിപെൻഡന്റ് സെന്റൻസ്, ഡിപെൻഡന്റ് സെന്റൻസ്, ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്. അതായത് 3 സെന്റൻസ് ആണ് ഉള്ളത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഡിപെൻഡന്റ് സെന്റൻസ്, ഇൻഡിപെൻഡന്റ് സെന്റൻസ്, ഇൻഡിപെൻഡന്റ് സെന്റൻസ്. അപ്പൊ അതിന്റെ അകത്തും 3 സെന്റൻസ് ആണ് ഉള്ളത്. ഇതിനകത്ത് വരുമ്പോ 1, 2, 3, 4 സെന്റൻസ് വരുന്നുണ്ട്. ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, അടുത്ത് നോക്കുകയാണെങ്കിൽ ഡിപെൻഡന്റ് സെന്റൻസ്, ഇൻഡിപെൻഡന്റ് സെന്റൻസ്, ഡിപെൻഡന്റ് സെന്റൻസ്, ഇൻഡിപെൻഡന്റ് സെന്റൻസ്. അപ്പൊ അതിൻ്റെ അത് 4 സെന്റൻസുകൾ വരുന്നുണ്ട്. അപ്പൊ ഒന്നിലും 3 സെന്റൻസ്, അതിൽ 4 സെന്റൻസ്, അതായിരിക്കണം നമ്മുടെ സെന്റൻസുകളുടെ മാക്സിമം ലെങ്ത്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് നോക്കാം. ബിക്കോസ് ഷീ സ്റ്റഡീഡ് ഹാർഡ്, ഷീ പാസ്ഡ് ദി എക്സാം, comma, and she was so happy. ഇതിന്റെ അകത്താണെങ്കിൽ ഈ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ച് ആടിയിരുന്നു. പിന്നെ അതിന്റെ അകത്ത് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ് ബിക്കോസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്.
ആ സെന്റൻസ് ബിക്കോസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്, ഒരു ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്. അടുത്ത് നോക്കുക, വി ഹാവ് ഐഡന്റിഫൈഡ് അവർ ടീം വീക്ക്നെസ്, ഇൻഡിപെൻഡന്റ് സെന്റൻസ്. വിച്ച് ഹാർനസ് അവർ വർക്ക് എഫിഷ്യൻസി, ഒരു ഡിപ്പെൻഡന്റ് സെന്റൻസ്. ആൻഡ് വി ഹാവ് എഗ്രി ടു ഇംപ്രൂവ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സിമ്പിൾ സെന്റൻസ്, ഇത് മൊത്തം ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇത് ഇവിടെ വരെ അതിന്റെ ഒപ്പം ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ ഭാഗം ആഡ് ചെയ്തു, പിന്നെ ഫാൻ ബോയ്സിന്റെ അത് കേട്ട് ഒരു മറ്റൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആഡ് ചെയ്തു. അടുത്ത നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ദ സൊല്യൂഷൻ ദാറ്റ് ബെസ്റ്റ് ടു സോൾവ് ദ സിറ്റുവേഷൻ, അതൊരു ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്. കോമ, ഫാൻ ബോയ്സിന്റെ ആൻഡ്, അടുത്തൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്. അപ്പൊ ഇതിനകത്ത് നോബഡി എൽസ് എന്ന് പറയുന്നതാണ് ഹു ഓർ വാട്ട് അബൌട്ട് ഇറ്റ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഇഫ് ദ കമ്പനി ഇഗ്നോർസ് ദ പ്രോബ്ലം വിത്ത് ദ വർക്കിംഗ് കണ്ടീഷൻ, അതൊരു ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്, ഈഫ് ചേർത്തുകൊണ്ട്. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസിന്റെ ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്. നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ് ചേർത്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അടുത്ത നോക്കുകയാണെങ്കിൽ സം സ്റ്റുഡൻസ് ഡു നോട്ട് സ്റ്റഡി ഹാർഡ് ബട്ട് വെൻ ദേ ഫെയിൽ they always make complaints about the school. കണ്ടോ, ഈ ബട്ട് കഴിഞ്ഞിട്ട് ഫാൻ ബോയ്സിന്റെ ബട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ചേർത്തിരിക്കുകയാണ്. ആ ഡിപ്പെൻഡന്റ് ക്ലോസിനെ വേറെ കോമ ഇട്ടിട്ട് പിന്നെ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ചേർത്തിരിക്കുന്നു. അപ്പോ മൊത്തത്തിൽ ഇത് ഫാൻ ബോയ്സിന്റെ ബി വെച്ചുള്ള ഒരു കോമ്പൗണ്ട് സെൻസ് ആണ്. അതിന്റെ ഒപ്പം വെൻ ദേ ഫയൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് സെൻസ് ആഡ് ചെയ്തിരിക്കുന്നു. We have got many problems, അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. വിച്ച് റിലേറ്റഡ് ടു അവർ സപ്ലൈ ചെയിൻ, ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്. ആൻഡ് ഫാൻ ബോയ്സിന്റെ ആൻഡ് ആണ്. അവർ കസ്റ്റമേഴ്സ് ഹാവ് മെയ്ഡ് ലോട്ട് ഓഫ് കംപ്ലൈന്റ്സ്, അത് മറ്റൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇത് മറ്റൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ വിട്ടിട്ട് ഒരിക്കലും നമ്മൾ എഴുതാൻ പാടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആ സ്ട്രക്ചറിന്റെ ഫോർമാറ്റ്. അപ്പോ it is hard to draw a conclusion which extract patterns and clues players arranged. However, we are able to make breakdowns which will be further explained below the example, some of the most common positions of the clauses. അപ്പൊ താഴെ കാണുന്നതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയില് കോംപ്ലക്സ് സെൻസ് ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ്, സെമികോളൻ, ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപെൻഡന്റ് ക്ലോസ്. നോക്കാം. ദ എലക്ഷൻ വാസ് ഫിനിഷ്ഡ്, ഒരു സിമ്പിൾ സെന്റൻസ്, സെമികോളൻ. ദ ഓപ്പോസിഷൻ റിജക്ട് ദ ഒഫീഷ്യൽ റിസൾട്ട്. ഇവിടെ വരെ നോക്കുമ്പോൾ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ആ റിസൾട്ടിനെ ഒന്നും കൂടെ പറഞ്ഞിരിക്കുകയാണ് വിച്ച് ഈസ് ബിലീവ് ടു ബി റിഗ്ഡ്. അപ്പൊ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ വരുമ്പോൾ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് വരികയാണ്. അടുത്ത നോക്കിയേ, ഐ ആം ബിസി പ്രിപ്പയറിംഗ് ദ സെയിൽ പ്ലാൻ, കോമ, സോ ഐ കുഡ് നോട്ട് അറ്റൻഡ് മൈ വെഡിങ്. അതൊരു കോമ്പൗണ്ട് സെൻസാ. കാരണം ഫാൻ ബോയ്സിന്റെ സോ വെച്ചു ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനിപ്പുറം കോമ ഇട്ട് ഫാൻ ബോയ്സിന്റെ സോ വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് വെഡിങ്. ആ വെഡിങ്ങിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പെൻഡന്റ് സെൻസ് എടുത്തിരിക്കുകയാണ്, വിച്ച് വാസ് ഹെൽഡ് അറ്റ് ലാസ്റ്റ് വീക്കെൻഡ്. അപ്പൊ നമ്മുടെ ഈ ഫോർമുലയുടെ അകത്ത് വരുന്നുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ it is not how much we have, comma, but how much we enjoy, that makes happiness. അപ്പൊ ഈ എൻജോയുടെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ബാക്കി നോക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ച കോമ്പൗണ്ട് ഫാൻ ബോയ്സിന്റെ ബി ആണ്. ഐ ഡിഡ് നോട്ട് ഫുള്ളി എഗ്രി വിത്ത് ദ സ്പീക്കർ, ഫാൻ ബോയ്സിന്റെ എൻ ആണ്. ഡിഡ് ഐ ഫീൽ എന്ന് പറയുന്നത് മറ്റൊരു സെന്റൻസ് ആണ്. ഇവിടെ വരെ കോമ്പൗണ്ട് സെൻസ് ആണ്. പിന്നെ അതിനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ദാറ്റ് ഹി ഹാഡ് ഫോക്കസ് ത്രൂ ഓൾ ടോപ്പിക്. അടുത്ത നോക്കിയേ, പീപ്പിൾ സ്റ്റഡി വാർ സ്റ്റോറീസ്, ഫാൻ ബോയ്സിന്റെ വൈ ആണ്. യെറ്റ് ദേ ഹാവ് റിപ്പീറ്റഡ് ദ വാർസ്. ആ വാർസിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിരിക്കുകയാണ്, വിച്ച് വേർ ഈവൻ മോർ ഡിസാസ്ട്രസ്. അടുത്ത നോക്കിയേ,
anger what was built by people, yet many think. ഇവിടെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഫാൻ ബോയ്സിന്റെ വൈ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒപ്പം ഒരു ഡിപെൻഡൻസ് എടുക്കുന്നു. ദാറ്റ് ഇറ്റ് വാസ് ബിൽഡ് ബൈ മാജിക്കൽ പവർ. അപ്പോൾ ഈ സെന്റൻസുകൾ നമ്മൾ കുറെ തവണ ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അർത്ഥങ്ങൾ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് നോക്കുക. അപ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തോട്ട്സും അതിന്റെ അകത്ത് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന തോട്ട്സും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ഇങ്ങനെ വരാവൂ. ഈ ഒരു സ്ട്രക്ചറിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അടുത്ത നോക്കുക, ഇൻഡിപെൻഡന്റ് സെന്റൻസ് പ്ലസ് ഡിപെൻഡന്റ് സെന്റൻസ് സെമി കോളൻ ഇൻഡിപെൻഡന്റ് സെന്റൻസ് നോക്കാം. ഇതിനകത്ത് എവിടെ കോമ്പൗണ്ട് സെന്റൻസ് കണ്ടുപിടിക്കാം. യു ഷുഡ് ലോക്ക് ദ ഗേറ്റ് സെമി കോളൻ അതർവൈസ് ദ ഡോഗ്സ് മേ ഗെറ്റ് ഔട്ട്. അത് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഫോർമുലയിലുള്ള കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അഡ്വർബ് കൺജക്ഷൻ വെച്ചുള്ള കോമ്പൗണ്ട് സെന്റൻസ് ആണ് അത്. അതിന്റെ അകത്ത് ആ ഒരു വെൻ യു ഹാവ് യുവർ ഹൗസ് എന്ന് പറയും ആണ് അതിന്റെ ഡിപെൻഡന്റ് സെന്റൻസ്. ഐ കുഡ് നോട്ട് റിമെമ്പർ വേർ വി ഫസ്റ്റ് മെറ്റ്. അപ്പൊ ഐ കുഡ് നോട്ട് റിമെമ്പർ എന്ന് പറഞ്ഞ സിമ്പിൾ സെന്റൻസ് ആണ്. ബട്ട് എന്ന് പറഞ്ഞ ഫാൻ ബോയ്സിന്റെ ബട്ടാണ്. ഇത് ഒരു ഡിപെൻഡന്റ് ക്ലോസ് ആണ്. അപ്പൊ ഇതേ ഫോർമുലയാണ് അവിടെ വന്നിരിക്കുന്നത്. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം നമുക്ക്. റിമെമ്പർ എ ഫേസ്. ദ ഫോൺ കണ്ടോ, ഇവിടെ കോമയില്ല. ഓക്കെ. വിച്ച് ഐ ബ്രോഡ് ലാസ്റ്റ് മന്ത് വാസ് ഡിഫീറ്റഡ്, സോ ഐ റിട്ടേൺ ടു ദ സ്റ്റോർ. അപ്പോ ഈ രണ്ട് കോമ്പൗണ്ട് സെന്റൻസ് വന്നിട്ടുണ്ട് അവിടെ. അതിന്റെ ഇടയ്ക്ക് ഒരു കോമ്പൗണ്ട് സെന്റൻസ് വന്നിട്ടുണ്ട്. അടുത്ത നോക്കുക. ദ ഡോഗ്സ് ബാർക്ക്ഡ് അറ്റ് ഈച്ച് അതർ കോൺസ്റ്റന്റ്ലി അണ്ടർ ദ സൺ റോസ് സെമികോളൻ കോൺസിക്വന്റ്ലി നൺ ഓഫ് us ഗെറ്റ് മച്ച് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. അഡ്വർബ് ക്ലോസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതിന്റെ അകത്ത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ചേർത്തേക്കണം. The guy is so genius that many admire his talents. അപ്പൊ that many admire talents എന്ന് പറഞ്ഞ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. സെമികോളൻ കൊടുത്ത സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് ആക്കി വരിക്കുന്നത്. He has been promoted to a department head for. അടുത്ത I will phone you സെമികോളൻ your help is crucial. അപ്പൊ if I need more help, അത് അതിന്റെ ഒപ്പം ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. If production increases, comma, price drop and consumers buy more. അപ്പൊ ഡിപ്പെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ ആ സെന്റൻസ് ആദ്യം വന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് വന്നിരിക്കുന്നത്. If production increases, price may drop. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ ആൻഡ് വെച്ച് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. അടുത്ത് നോക്കുക. ഇഫ് ദ പ്രൈസ് മേ ടു ലോ, എ കമ്പനീസ് പ്രോഫിറ്റ് മേ ഡിക്രീസ് ആൻഡ് ദി എംപ്ലോയീസ് മേ ലൂസ് ദെയർ ജോബ്സ്. അപ്പൊ ഇതൊരു കോമ്പൗണ്ട് സെൻസ് ആണ്. അതിന്റെ ഒപ്പം ആദ്യം ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ചേർത്തിരിക്കണം. ആസ് വി ലെഫ്റ്റ് ദ ലൈബ്രറി, ഡിപെൻഡന്റ് ക്ലോസ് ആണ്. ദ റെയിൻ ഫെൽ ഡൗൺ, സോ വി റഷ്ഡ് ബാക്ക് ഇൻസൈഡ്. അപ്പൊ സോ എന്ന് പറയുന്ന അവിടെ ഫാൻ ബോയ്സിന്റെ എസ് ആണ്. അത് അതിന്റെ ഒപ്പം ആഡ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ വി റിസർച്ച് ദ മാർക്കറ്റ്, കോമ, വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് അവർ പ്രൊഡക്റ്റ് ആൻഡ് വി പ്ലാൻ ടു ലോഞ്ച് ലേറ്റർ നെക്സ്റ്റ് ഇയർ. അപ്പൊ ഇതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അവിടെ ഒരു ഇത് ആഡ് ചെയ്തിരിക്കണം. ഇവിടെ ഈ സെമികോളൻ എന്തുകൊണ്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെമികോളൻ പറഞ്ഞ കാര്യമില്ല. കാര്യം പറഞ്ഞാൽ അവിടെ ഫാൻ ബോയ്സിന്റെ ആൻഡ് ഉപയോഗിച്ച് ഒരു ഇത് കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ while he was studying at college, comma, not many people know about him, fanboys in a but he later become influential leader. If you simply paint over them, comma, the cracks will return and fanboys in the and you will have paint again. അപ്പോ അടുത്ത നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സെന്റൻസ് വരുന്നതാണ്.
നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു കാര്യം കണ്ടു, നമുക്ക് വേണമെങ്കിൽ എന്താണ് ബാസ്ക്കറ്റ് എവിടെ വേണമെങ്കിലും 2 or 3 ബാസ്ക്കറ്റ് 4 നമുക്ക് വെക്കാമെന്ന് കണ്ടു. അപ്പൊ ആ ഒരു ടെക്നോളജി എങ്ങനെയാണ് നമ്മൾ പഠിക്കുക ചെയ്യണം ഇപ്പൊ. അപ്പോ അടുത്ത് നോക്കുകയാണെങ്കിൽ ടീഡ, അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കോമ. അവിടെ എന്തുകൊണ്ട് കോമ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോൺ എസെൻഷ്യലാണ് ഇവിടെ. കാരണം ആ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിവിടെ കൊടുത്തില്ലെങ്കിലും വി നോ ദാറ്റ്. ട്രീഡ കോമ ഹു ഈസ് എ ബാങ്ക് ടെല്ലർ കോമ ഫീൽ സിക്ക്. അപ്പൊ അവിടെ സെന്റൻസ് പറയുമ്പോൾ ട്രീഡ ഫീൽ സിക്ക് എന്ന മെയിൻ സെന്റൻസ് ഡിപെൻഡന്റ് ക്ലോസ്. അടുത്ത് നോക്കുക, സോ ഷീ ആസ്ക്സ് ഫോർ ലീവ് പെർമിഷൻ സോ ദാറ്റ് ഷീ ക്യാൻ ഹാവ് മെഡിക്കൽ ചെക്കപ്പ്. അപ്പൊ സോ ദാറ്റ് എന്ന് പറഞ്ഞാണ് അവിടെ ഇത് വന്നിരിക്കുന്നത്. അടുത്ത് നോക്കുക, ഡോണ്ട് ബിലീവ് എവറിത്തിങ് that you read, comma, for facts can be given a spin that makes them less reliable. അപ്പൊ ഒരു ഡിപെൻഡന്റ് ക്ലോസ് മറ്റൊരു ഡിപെൻഡന്റ് ക്ലോസ്. അടുത്ത നോക്കുക, she thought that she would resign, comma, fanboys in the B, she didn't after her boss offered new benefits. അപ്പൊ ഞാൻ നോക്കുക, ഒരു ബാസ്ക്കറ്റ് നടുക്കൂടെ വെച്ചേക്കണു, മറ്റൊരു ബാസ്ക്കറ്റ് ഇവിടെ വെച്ചേക്കണം, അവസാനം വെച്ചേക്കണം. Don't talk on the phone, അടുത്തൊരു ബാസ്ക്കറ്റ് while you are driving, comma, fine boys in the F, you may cause accident which can be fatal. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ എത്ര വേണമെങ്കിലും ബാസ്ക്കറ്റ് ഒരു സെന്റൻസിൽ വെക്കാം, ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ കഴിവ് അനുസരിച്ചും നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ചും. വി ഡിസൈഡഡ്, ഒരു സിമ്പിൾ സെന്റൻസ് ആണ് ദാറ്റ് ദ മൂവി വാസ് ടു വയലന്റ്. ഒരു ഡിപ്പെൻസ് സെന്റൻസ് ആണ്, കോമ, ബട്ട് അവർ ചിൽഡ്രൻ, ഫാൻ ബോയ്സിന്റെ ബട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ചിൽഡ്രനെ കുറിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്, ഹു ലൈക്ക് ടു വാച്ച് സ്കേറി മൂവീസ്. ഇവിടെ ശ്രദ്ധിക്കുക, അവർ ചിൽഡ്രൻ or what, പിന്നെ what about it, thought, who like to watch scary movies. അപ്പൊ ചിൽഡ്രനെ കുറിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്, പിന്നെ തോട്ടിനെ കുറിച്ച് that we were wrong. അത് ശ്രദ്ധിക്കുക, here is the money that I owe you, that വരുമ്പോ കോമ വേണ്ട, കോമ, ഫാൻ ബോയ്സിന്റെ ആൻഡ് I am free of debt. അപ്പൊ here is the money and I am free of debt എന്നുള്ളതാണ് കോമ്പൗണ്ട് സെന്റൻസ്. that I owe you എന്ന് പറയുന്നു, which has made me stressful for long എന്ന് പറയുന്നതും അടുത്ത സെന്റൻസ് ആണ്. ശ്രദ്ധിക്കുക, ഡിപെൻഡന്റ് ക്ലോസ് കോമ, ഇൻഡിപെൻഡന്റ് ക്ലോസ് സെമികോളൻ, ഡിപെൻഡന്റ് ക്ലോസ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. അതിപ്പോ നോക്കിയതിന്റെ ഓപ്പോസിറ്റ് വരും. ബിക്കോസ് മേരി വാസ് ഷൈ, ഒരു ഡിപെൻഡന്റ് ക്ലോസ് ആണത്. she seldom met new people. അപ്പൊ ഇത് നോക്കിയേ, ഇപ്പൊ ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. although she was unhappy, comma, she spent a lot of time alone. ഇത് മറ്റൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ 2 കോംപ്ലക്സ് സെന്റൻസുകൾ സെമിക്കോളം വെച്ച് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് തീരെ നോക്കി വരുമ്പോ ഡിപെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഡിപെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്. കണ്ടോ, ആ ഒന്നയുടെ ഒരു മെത്തേഡ് നോക്കി നമുക്ക് വരും. അപ്പൊ ഇത്രയും വലിയ കാര്യം. അപ്പൊ ഈ സെന്റൻസ് പറഞ്ഞ് ഭയങ്കര വലിയ സെന്റൻസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 20 വാക്കുള്ള സെന്റൻസ് അത്. അത് നോക്കുക, when we went to school, comma, we attended a lecture. അപ്പൊ ഇതിനകത്ത് ഇതൊരു കോംപ്ലക്സ് സെന്റൻസ്. when we went to school, we attended a lecture, semicolon, after lecture is over, we went to library. അപ്പൊ നോക്കിയേ, ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സെന്റൻസ് ആണത്. 2 കോംപ്ലക്സ് സെന്റൻസുകൾ ആഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേറെ നോക്കുകയാണെങ്കിൽ ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ടും വരും. എന്തായാലും നടുക്ക് 2 ബാസ്ക്കറ്റ് വെച്ചാണ് നമുക്ക് വേറൊരു ആംഗിളിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത സെന്റൻസ് നോക്കിയേ, although I like football, comma, I haven't played lately. ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്.
And I haven't found anyone. അവിടെ കോമ ഇല്ല, കാരണം ഇവിടെ anyone ആ വന്നിരിക്കണം. Anyone who has free time to play with. If you like this book, comma, I will buy for you. Complex sentence ആ. അത് കംപ്ലീറ്റ് മീനിങ് തരുന്നുണ്ട്. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കണു, ബൈക്ക് ബാക്കിൽ വന്നേക്കണു, ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അടുത്ത ആഫ്റ്റർ യു റീഡ് പ്ലീസ് ഷെയർ സംതിങ്. അപ്പൊ ആ 2 കോംപ്ലക്സ് സെന്റൻസുകൾ സെമിക്കോളം വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ അവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത് ചിന്തിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 4 കാര്യങ്ങളാണ് പറയണേ. ആ 4 കാര്യങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്. അടുത്ത നോക്കിയേ, ബിഫോർ ഷീ സ്ലെപ്റ്റ് അറ്റ് എ നൈറ്റ് ഷീ പ്രിപ്പയർഡ് എ പ്രസന്റേഷൻ. ഒരു കോംപ്ലക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ആൻഡ് വെച്ചിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്, കോമ എടുത്തിട്ട് ഷീ ഫിനിഷ് ദ റിപ്പോർട്ട് വിച്ച് വിൽ ബി പ്രസന്റഡ് ടു ദി മാനേജ്മെന്റ് ടീം. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത്രയും ടൈപ്പ് സെന്റൻസ് നമുക്ക് പഠിച്ചാൽ മതി. ബേസിക്കലി കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും സെന്റൻസ്, ഇത്രയും ടൈപ്പിന്റെ അകത്ത്. അപ്പൊ ഇതിനകത്ത് ഇവര് കൊടുത്തിരുന്ന ശ്രദ്ധിക്കുക, which will be further explained below. Examples, some of the most common position of clauses. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് പൊസിഷൻ ഓഫ് ക്ലോസസ് ആണ്. പൊസിഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ക്ലോസും പൊസിഷൻ ഓഫ് ഡിപെൻഡന്റ് ക്ലോസും പൊസിഷൻ ഓഫ് ദി റൈറ്റ് പ്ലേസിൽ ബാസ്കറ്റും ബൈക്കും എങ്ങനെയാണ് പൊസിഷൻ ചെയ്യാന്നുള്ള ആ ഒരു മെത്തഡാണ് നമ്മളിത് പഠിച്ചിരിക്കുന്നത്. അപ്പോ ഓക്കെ, ഞാൻ ഈ ഇതെല്ലാം അതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്കിന്റെ പേജിന്റെ അകത്ത്. ആ പേജ് പോയിട്ട് ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ, അപ്പൊ നാളെ സംസാരിക്കാം. ഓക്കെ, ബൈ. Thank you. Bye. Good night. Bye.